സർ, ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി പലതരത്തിലുള്ള നടപടികളും സംസ്ഥാന സർക്കാർ എടുത്തു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായ എന്നോണമാണ് ഒരു 591ഓളം വരുന്ന സ്ഥാപനങ്ങൾ വെട്ടിച്ചുരുക്കുകയാണ് എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഈ രീതിയിൽ ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ വെട്ടിച്ചുരുക്കി അല്ലെങ്കിൽ ചിലയിടങ്ങളിലൊക്കെ തൊഴിലൊക്കെ ചുരുക്കിയത് കൊണ്ട് മാത്രം സംസ്ഥാനത്ത് ഒരു ചിലവ് ചുരുക്കലിന് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് സാധിക്കും? തീർച്ചയായിട്ടും അത് മാത്രം പോരാ, വലിയ നടപടികൾ ആവശ്യമാണ്. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന പ്രഗത്ഭനായ മുൻ ചീഫ് സെക്രട്ടറി വി രാമേന്ദ്രൻ, അദ്ദേഹം പിന്നീട് പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാനായിട്ടൊക്കെ പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ ഈ സർക്കാരിൽ ഉപവകുപ്പുകളും അതുപോലെ തന്നെ പലപ്പോഴും കോർപ്പറേഷനുകളും ബോർഡുകളും കമ്മീഷനുകളും ഒക്കെ നിരവധി ആരംഭിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ജയിച്ച MLA, അതായത് ഇലക്ഷനിൽ ഒരു പാർട്ടിക്ക് ജയിക്കുന്നവർ MLA ആയി മാറും, നിയമസഭയിലേക്ക് തോറ്റുപോകുന്നവർ MLA ആവുകയില്ല, മറ്റൊരു വിധത്തിൽ ഒരിടത്ത് എത്തുകയില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കാലാകാലങ്ങളിലായി പല ഭരണപക്ഷ മന്ത്രിസഭകളും എടുത്തിട്ടുള്ള ഒരു നടപടിയാണ് ഈ ബോർഡുകൾ, കോർപ്പറേഷനുകൾ. ഇത് അവരെ, ഈ വെള്ളാനകളെ ഇരുത്താൻ വേണ്ടി എടുത്തിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിന് മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ടെങ്കിലും കേരളത്തിൽ ഇത് വളരെ കൂടുതലാണ്. അത് ശ്രീ വി രാമേന്ദ്രൻ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാന്റെ വാക്കുകൾ കടമെടുത്താൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഗവൺമെന്റ് ഡയറി എടുക്കുക, ആ ഡയറിയുടെ പകുതി പേജിൽ ഈ 65 ഡിപ്പാർട്ട്മെന്റുകൾ, 100 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അത്രത്തോളം കോഓപ്പറേറ്റീവ് സെക്ടറുകൾ, അതുപോലെ തന്നെ കമ്മീഷനുകൾ, ട്രിബ്യൂണലുകൾ തുടങ്ങി മിഷനുകൾ, എന്തിന് സർക്കാരിൻ്റെതായിട്ട് തന്നെ സർക്കാരിന്റെ ഖജനാവിലെ പണം ഇങ്ങനെ ധൂർത്തടിക്കുന്ന വെള്ളാനകൾ നിരവധി ഉള്ളത് കാലാകാലങ്ങളിൽ വന്ന് ഇത് സർക്കാരിന് തന്നെ ഒരു വലിയ വിഷമമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ആളേറെ കൂടിയാൽ പാമ്പ് ചാവില്ലെന്ന് പറയും. ടു മെനി കുക്സ് സ്പോയിൽഡ് ദ ഫുഡ് എന്ന് പറയില്ലേ, അതുപോലെ ഡിഷസ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിലെ ഭരണം എന്ന് പോകുന്നത്. അത് മാറ്റി ഒന്നെടുക്കാൻ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് മുതൽ ഒരു ഇടിച്ചു നിരത്തൽ ആവശ്യമാണ്. അതിന് വി ഡി സതീശൻ തയ്യാറാകുമോ എന്നെനിക്കറിയില്ല. പക്ഷേ വലിയ മാറ്റങ്ങൾ ആവശ്യമാണ്. പല മുഖ്യമന്ത്രിമാരും, ആദ്യത്തെ മുഖ്യമന്ത്രി മുതൽ ഈ കഴിഞ്ഞ പിണറായി വിജയൻ വരെ ഉള്ളവർ പല വിധത്തിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ ഭരണരീതിയെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് അസംബ്ലിയിൽ ചോദിച്ച ഒരു ചോദ്യത്തിൽ 14 ലക്ഷത്തോളം ഫയലുകളാണ് സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നത്. വിവിധ വകുപ്പുകളിൽ അതുപോലെ തന്നെ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. ഇതൊക്കെ മാറ്റാൻ പിന്നെ ജനങ്ങൾക്ക് സേവനം നൽകാൻ ഓരോ ഫയലും ഓരോ ജീവനാണെന്ന് പറയുന്നവർക്ക് കഴിയാതെ വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ ഇത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് വി ഡി സതീശന്റെ ഭരണത്തിൽ വന്നപ്പോൾ മുതലുള്ള ഒരു ആലോചനയാണ്. അദ്ദേഹം അതിന് പ്രധാനപ്പെട്ടതായിട്ട് 5 മാർഗങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ അസറ്റുകൾ എല്ലാം കൂടെ ഒരു പോർട്ടൽ ഉണ്ടാക്കുക. അസറ്റ്, കേരള സർക്കാരിന് ഏതൊക്കെ സ്വത്തുണ്ട്, എവിടെയൊക്കെ വസ്തുവുണ്ട്, ഭൂമിയുണ്ട്, സ്ഥലമുണ്ട്, കെട്ടിടമുണ്ട്, ഇതൊക്കെ തന്നെ ഒരു കണക്കെടുക്കുക, അതൊന്നിച്ച് ചേർക്കുക. രണ്ടാമത്തേത്, നിയമത്തിലെ കാലഹരണപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം എടുത്തു കളയുക, കാലഹരണപ്പെട്ട നിയമങ്ങൾ മാറ്റി സ്ഥാപിക്കുക. അതുകൊണ്ട് ലളിതവും സുതാര്യവുമാക്കുക. ലളിതവും സുതാര്യമാക്കണമെങ്കിൽ അതിന് വളരെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ സർക്കാരിന്റെ നടപടികൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വകുപ്പുകളുടെ ഏകോപനം. ഇന്ന് 65ഓളം പ്രധാന വകുപ്പുകൾ, അതിന് ഉപവകുപ്പുകൾ അല്ലെങ്കിൽ കോർപ്പറേഷൻ, ബോർഡ്, എന്നിങ്ങനെ താങ്കൾ പറഞ്ഞ 519 അല്ല 5019 ഉണ്ടോ എന്ന് സംശയിക്കേണ്ട വിധത്തിലാണ് നമ്മുടെ ഓരോ സ്ഥാപനങ്ങളും പോകുന്നത്. അതായത് കൃഷി വകുപ്പിന്റെ കീഴിൽ തന്നെ ഏതാണ്ട് 200-ൽ അടുപ്പിച്ച് പൊതുമേഖലയും കോർപ്പറേഷനും കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും ഒക്കെ ആയിട്ട് 200ഓളം സ്ഥാപനങ്ങൾ കൃഷി വകുപ്പിന്റെ കീഴിൽ തന്നെയുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിട്ട്, അതായത് നമ്മൾ എന്താണോ നമ്മുടെ ഭരണം സുതാര്യമാക്കാൻ വേണ്ട അതിന് ഇരട്ടി കുരുക്കുണ്ടാക്കുന്ന വിധത്തിൽ ഉള്ള പദ്ധതികളായിട്ടാണ് സർക്കാരിന്റെ ഓരോ സ്ഥാപനങ്ങളും പോകുന്നത്. ഇതെല്ലാം ചീഫ് സെക്രട്ടറി റാങ്കിലുള്ളതും അത് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള ഓരോ ഉദ്യോഗസ്ഥന്മാർക്ക് ഇരിക്കാനുള്ള താവളവും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോ രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല കേട്ടോ, കാരണം അവർക്കും കൂടെ വല്ലതും കൊടുത്താലേ ഇതൊക്കെ നിന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം തോറ്റ MLA അല്ലെങ്കിൽ നിയമസഭയിലേക്ക് എത്താത്തവന് സീറ്റ് കൊടുക്കാനായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു. പിന്നെ
റിട്ടയർ ചെയ്യുന്ന ചീഫ് സെക്രട്ടറി മുതൽ പ്രിൻസിപ്പൽ സെക്രട്ടറി, സാധാ സെക്രട്ടറി മുതൽ ഗസറ്റഡ് ഓഫീസർമാർ വരെ രാഷ്ട്രീയ പാർട്ടിയുടെ, ട്രേഡ് യൂണിയന്റെയും സർവീസ് സംഘടനകളുടെയൊക്കെ പിന്തുണയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വരെ ഈ സ്ഥാനങ്ങളിലൊക്കെ റിട്ടയർ ചെയ്തിട്ടും കയറിയിരിക്കുന്നു. അവരുടെ ലാസ്റ്റ് പേ ഡ്രോൺ ആണ് അവർക്ക് ആനുകൂല്യമായിട്ട് കിട്ടുന്നത്. ചീഫ് സെക്രട്ടറി ആണെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് അതേ ശമ്പളം കിട്ടുന്നു, ഒരു 3 ലക്ഷത്തിന് പുറത്ത് ശമ്പളം കിട്ടുന്നു. അതിന് പുറമെ വാഹനം, മറ്റ് സൗകര്യങ്ങൾ അവർ ഉപയോഗിക്കുന്ന എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കുരുക്കാണ് ഇതുള്ളത്. സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം 500-ൽ താഴെ 600 ജീവനക്കാരുണ്ടായിരുന്ന ഒരു സെക്രട്ടേറിയറ്റ് ആണ് നമ്മൾ കേരളപ്പിറവിക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഏതാണ്ട് 10,000-അടുപ്പിച്ച് ജീവനക്കാരുള്ള ഒരു ബൃഹത് സ്ഥാപനമായി മാറി. അതായത് എത്ര വകുപ്പുണ്ടോ അത്രയും വകുപ്പിന്റെ അത്രയും ഓഫീസുകൾ അവിടെയും വരുന്ന രീതിയിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ കൗമുദി ബാലകൃഷ്ണൻ പറയുന്നത് പോലെ, പണ്ട് പറഞ്ഞിട്ടുള്ളത് പോലെ, സെക്രട്ടേറിയറ്റ് ഇടിച്ചു നിരത്തി ചൊറിയണം നടണമെന്ന് അദ്ദേഹം പറയുണ്ടായി. നായനാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് വെള്ളാനകളുടെ കേന്ദ്രമാണ്, അവിടെ എല്ലാത്തിനെയും പറഞ്ഞ് ഓടിക്കണം. വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഈ പല മുഖ്യമന്ത്രിമാരും ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ സെക്രട്ടേറിയറ്റ് ഇടിഞ്ഞു നിരത്തുക എളുപ്പമല്ല, കാരണം അങ്ങനെ അവരതിന് സമ്മതിക്കില്ല. അപ്പം വകുപ്പുകളും സെക്രട്ടേറിയറ്റും തമ്മിൽ ഒരു ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സ്ട്രീമിൽ കൊണ്ടുവന്ന് മിനിസ്ട്രി, കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള മിനിസ്ട്രിയെ പോലുള്ള സംവിധാനങ്ങളൊക്കെ വന്നാൽ കുറെ കൂടെ ബെറ്റർ ആകും എന്നുണ്ട്. അതൊക്കെ പക്ഷെ വി.ഡി. സതീശന് ചെയ്യാൻ കഴിയുമോ എന്നറിയില്ല. സെക്രട്ടേറിയറ്റിലെ ലോബി എന്ന് പറയുന്നത് അത്ര വലുതാണ്. സെക്രട്ടേറിയറ്റിലെ മന്ത്രിമാരെയൊക്കെ പൊതിഞ്ഞ് അവരാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അപ്പൊ വകുപ്പുകൾ ചിലപ്പം വെട്ടിച്ചുരുക്കാനും ഉപവകുപ്പുകളും വെട്ടിച്ചുരുക്കാനും അതുപോലെ ബോർഡുകൾ വെട്ടിച്ചുരുക്കാനും ഒക്കെ കഴിഞ്ഞേക്കാം. എങ്കിൽ തന്നെ കോടികളാണ് ലാഭം കിട്ടുന്നത്. അതിനു പുറമെ ജനങ്ങൾക്ക് ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയും. കാരണം ഒരേ പ്രവൃത്തി ചെയ്യുന്ന വിവിധ ഏജൻസികൾ, ഞാൻ പറഞ്ഞില്ലേ, ഓരോ വകുപ്പിലും 100-ഉം 50-ഉം ഉപവകുപ്പുകൾ അല്ലെങ്കിൽ ബോർഡുകൾ, കോർപ്പറേഷനുകളൊക്കെ ഉണ്ടാകുന്നു. ഇവയെല്ലാം തമ്മിൽ ക്ലാഷസ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നു, ക്ലാഷസ് ഓഫ് ആക്ടിവിറ്റി വരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ പലതും നടക്കാം. ഇപ്പൊ സിവിൽ സപ്ലൈസ് വകുപ്പ്, അവിടെ സിവിൽ സപ്ലൈസിനായിട്ട് നമുക്ക് റേഷനിങ് സംവിധാനം, ഓരോ സംസ്ഥാനത്തിന്റെ ഓരോ മുക്കിലും മൂലയ്ക്കും റേഷൻ കടകളുണ്ട്. അത് ഇരിക്കവേ തന്നെ നമ്മൾ സിവിൽ സപ്ലൈസിന് വേറൊരു സ്റ്റോർ തുടങ്ങുകയാണ്. ഇതും ഇപ്പോ പല സ്ഥലങ്ങളിലും വ്യാപിച്ചിരിക്കുകയാണ്. ആദ്യം 140 മണ്ഡലങ്ങളിലുമാണെങ്കിൽ അതിപ്പോ കൂടി അവരുടെ സ്ഥാപനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിനുള്ള സംവിധാനങ്ങളില്ല. ഇപ്പൊ അരിയും പയറും മുളകും തന്നെ കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് പല സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുകളും ഇരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ എന്തുകൊണ്ട് റേഷൻ കടയിൽ അനുവദിച്ചുകൂടാ? റേഷൻ കട ചൂടെ വിപുലീകരിച്ച് റേഷൻ സാധനങ്ങളും സിവിൽ സപ്ലൈസ് വഴി നൽകുന്ന സബ്സിഡൈസ്ഡ് ഫുഡ് ഐറ്റംസും കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം അവിടെ എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? അപ്പൊ ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ 519 വരെ മാറ്റുമ്പം ഒരുപക്ഷെ 5100 കാറുകൾ തന്നെ ചിലപ്പോൾ ഇല്ലാതാവും. കാരണം ഇത് ഓരോ വകുപ്പിലും 5ഉം 10ഉം കാറാണുള്ളത്. വലിയ ഉദ്യോഗസ്ഥർ മുതൽ ചെറിയ ഉദ്യോഗസ്ഥർ വരെയുള്ള വാഹനങ്ങൾ, അതൊക്കെ തന്നെ മാറിയാൽ തന്നെ പകുതി ചെലവ് മാറി കിട്ടും. ഇങ്ങനെ ഒരുപാട് പരിഷ്കാരങ്ങൾ കേരളത്തിൽ വരുത്താനുണ്ട്. അതിനൊക്കെ വി.ഡി. സതീശന് കഴിയുമോ എന്നറിയില്ല. കാരണം ഭരണപരിഷ്കാര കമ്മീഷന്റെ ചുമതലയിൽ വി.എസ്. അച്യുതാനന്ദൻ ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഫയൽ 3 തട്ടിൽ കൂടുതൽ കയറരുതെന്നാണ്. അതിന് അദ്ദേഹത്തിന്റെ കാലത്ത് ഒരുപാട് ശ്രമം നടന്നെങ്കിലും നടന്നില്ല. അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷനായി പിണറായി വിജയൻ സർക്കാരിനോട് ആ നിർദ്ദേശങ്ങൾ വെച്ചിട്ട് അവിടെയും നടന്നില്ല. ഇനിയിപ്പോ വി.ഡി. സതീശൻ വരുന്നു, അദ്ദേഹത്തിന് ഈ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം സെക്രട്ടേറിയറ്റിനകത്ത് തന്നെ ഒരു അസിസ്റ്റന്റ്, സെക്ഷൻ ഓഫീസർ, അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, അതിന് ഇടയ്ക്ക് പിന്നെ വേണമെങ്കിൽ സ്പെഷ്യൽ സെക്രട്ടറി, പിന്നെ സെക്രട്ടറി, പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഇങ്ങനെ ഫയലുകൾ പോകുന്ന ഏണിപ്പടികൾ കയറുന്ന ഫയലുകളാണ് നമുക്ക് ഉള്ളത്. ആ ഫയലുകൾ ഏണിപ്പടി കയറുമ്പോൾ നമ്മുടെ മനുഷ്യന്റെ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാകാറുണ്ട്. ഇത് ഓരോ വകുപ്പിലും ഇതുപോലെ തന്നെ ക്ലർക്ക്, ഹെഡ് ക്ലർക്ക്, ജൂനിയർ സൂപ്രണ്ട്, സീനിയർ സൂപ്രണ്ട്, പിന്നെ അതിന് മുകളിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, ഇത്രയും പടി കയറി ഇറങ്ങുമ്പോൾ അവിടെയും ഫയലുകൾക്ക് ഒരുപാട് കാലതാമസം ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിന് വി.ഡി. സതീശന് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതൊരു വലിയ കാര്യമായിരിക്കും. അതിന് കഴിയുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. മാത്രം ചില കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ സംസ്ഥാന സർക്കാരിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഏത് നിലയിലാണ് ചെലവ് ചുരുക്കേണ്ടതും അല്ലെങ്കിൽ ഏത് നിലയിലാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കേണ്ടതും എന്നതും വി.ഡി. സതീശൻ സർക്കാർ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.